പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്നലെ കേരള PSC നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് പരീക്ഷ അല്ലെങ്കിൽ ഒരു LD പോലത്തെ ഒരു പരീക്ഷയാണ്. കന്നഡ നോയിങ് ആണ്. നമ്മൾ കണ്ടതാണ്, ഒരു തമിഴ് നോയിങ് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ആദ്യത്തെ 40 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കന്നഡയിലുള്ള ചോദ്യങ്ങളാണ്. അതിനുശേഷം വരുന്ന 60 ചോദ്യങ്ങൾ തമിഴ് ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ 60 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ 60 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഡിസംബർ 28-ാം തീയതി 10th പ്രിലിംസിന്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ എല്ലാവർക്കും കിട്ടി കാണും. അപ്പോൾ എന്തായാലും ഇതൊരു മോഡൽ എക്സാം പോലെ തന്നെ നിങ്ങൾ ഇന്ന് കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. എംഫസീമ എന്ന ശ്വാസകോശ രോഗത്തിന്റെ കാരണം എന്താണ്? എംഫസീമ എന്ന് പറയുന്നത് ശ്വാസകോശ രോഗമാണ്. അതിന്റെ കാരണം എന്താണ് ചോദ്യം. അപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ പരസ്യമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന്റെ പരസ്യമാണത്? അതിനകത്ത് എംഫസീമ എന്നൊരു വാക്കുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പുകവലിയാണ് കാരണം അല്ലെ. എംഫസീമ എന്ന് പറയുന്നത് ശ്വാസകോശ രോഗത്തിന്റെ കാരണം പുകവലി തന്നെയാണ്. അടുത്ത ചോദ്യം, മെനിഞ്ചസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിന്റെ ആവരണമാണ്? മെനിഞ്ചസ്, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗമൊക്കെ വരുന്നത് ഈ ഒരു അവയവത്തെയാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, തലച്ചോറാണ് അല്ലെ, തലച്ചോറാണ്. അടുത്ത ചോദ്യം, മലമ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? മലമ്പനി പരത്തുന്നത് കൊതുകാണ്. ഏത് വർഗത്തിനകത്തുള്ള കൊതുകാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, അനോഫിലസ് ആണ്. അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനിലാണ് കൊബാൾട്ട് എന്ന് പറയുന്ന മൂലകം അടങ്ങിയിട്ടുള്ളത്? താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനിലാണ് കൊബാൾട്ട് എന്ന് പറയുന്ന മൂലകം അടങ്ങിയിട്ടുള്ളത്? കൊബാൾട്ട് അറിയാമോ? കൊബാൾട്ട് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ B12 കേട്ടോ. B12 കൊബാൾട്ട് എന്ന് പറയുന്ന മൂലകം അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ് ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശം? ഏതാണ്? 45. ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം, പോളാർ റീജിയൻസിലാണ്, ധ്രുവ പ്രദേശത്തിൽ ആണ്. അടുത്ത ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതിനാണ്? എന്താണ് ചോദ്യം? എന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതിനാണ് എന്നാണ് നമ്മുടെ 46ാമത്തെ ചോദ്യം. ഏതിനാണ്? ഗാമാരശ്മികൾക്കാണ് കേട്ടോ. ഗാമാരശ്മികൾക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞത്. അടുത്ത ചോദ്യം, അനിശ്ചിത കാലത്തിലുള്ള പരസ്പരം ആകർഷിക്കുന്ന രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് 2 മടങ്ങായാൽ അവ തമ്മിലുള്ള പരസ്പരാകർഷണത്തിന്റെ ബലത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് 47ാമത്തെ ചോദ്യം. എന്ത് മാറ്റമാണ് ഉണ്ടാവുക? 47. ഓപ്ഷൻ സി ആണ്, 2 മടങ്ങാണ് കേട്ടോ. 2 മടങ്ങ് ആകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ 48ാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം നൽകാത്ത ലോഹം ഏതാണ്? താഴെ നൽകിയിട്ടുള്ളവയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചുകൊണ്ട് ഹൈഡ്രജൻ വാതകം നൽകാത്ത ലോഹം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. 48. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക, കോപ്പർ ആണ് കേട്ടോ, കോപ്പർ. ഓക്കെ. അടുത്ത ചോദ്യം 49ാമത്തെ ചോദ്യം, ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 ആകുന്നു. ഈ മൂലകത്തിന്റെ പീരിയോഡിക് ടേബിളിലെ കൃത്യമായ സ്ഥാനം ഏതെന്നാണ് ചോദ്യം. അറിയാമോ? 49. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക, 2ാം പീരീഡ് 18ാം ഗ്രൂപ്പ്. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് 50ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? 50. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 18 ആണ് കേട്ടോ, 18. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പൊ അയ്യങ്കാളിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? നമുക്കറിയാം. 1 നോക്കാം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ശരിയാണ്. കല്ലുമാല സമരത്തിന്റെ വർഷം ഇതിനകത്ത് പറയുന്നത് തെറ്റാണ്. 2 ശരി, 2 തെറ്റാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ശരിയാണോ? ശരിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിതൻ എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിതനാണ്. 1, 3, 4 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. 51 ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 52ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ ബന്ധം ഏതാണ്? അപ്പൊ ഇതിനകത്ത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ തെറ്റായത് ഏത് എന്നാണ് നമ്മുടെ 52ാമത്തെ ചോദ്യം. നമുക്കറിയാം, ഇതിന് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ശരിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ശരിയാണ്.
പക്ഷെ മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം എന്ന് പറയുന്നതാണ് തെറ്റല്ലേ? അപ്പോ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് തെറ്റ് വരുന്നത്. അപ്പൊ നായർ സർവീസ് സൊസൈറ്റിയാണ് മന്നത്ത് പത്മനാഭൻ വരുന്നത്. അപ്പോൾ അത് ഇതിനകത്തല്ല വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യേണ്ട തെറ്റായ ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയില് ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അല്ലാത്തതാണേ. അപ്പൊ 53 നമുക്ക് നോക്കാം. ഇതില് ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്, ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെത് ആണ്. പക്ഷെ ഇതിലെ ശ്രീനാരായണ ഗുരുവിന്റെ അല്ലാത്തത് അദ്വൈത ചിന്താ പദ്ധതി എന്ന് പറയുന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്തത്. സോ 53 അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് 54-ാമത്തെ ചോദ്യം. നോക്കാം. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ട് വരിക? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണോ? ഒന്നാമത്തെ പോയിന്റ് അതിനകത്ത് തെറ്റാണ് അല്ലെ? അപ്പൊ ഒന്ന് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തതോ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ ആയിരുന്നു, ശരിയാണ്. അടുത്ത, വിമോചന സമരത്തിന്റെ നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണോ? ശരിയാണ്. എന്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് ആത്മകഥയാണോ? ആത്മകഥ ആണ്. അപ്പൊ ഇതിലെ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? 2, 3, 4 ഇതിലെ ശരിയായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന ഈ പറയുന്നത് ഒന്നാണ് തെറ്റായ പ്രസ്താവന. സോ 2, 3 and 4 is the correct answer. കേട്ടോ, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 55-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ് 55-ാമത്തെ ചോദ്യം. ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ പൽപ്പു ആണ്. കേട്ടോ, അടുത്ത ചോദ്യം, തുവയിൽ പന്തിക്കൂട്ടായ്മ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തുവയൽ പന്തിക്കൂട്ടായ്മ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ് ചോദ്യം. അറിയാമോ? തുവയൽ പന്തിക്കൂട്ടായ്മ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 56 ഓപ്ഷൻ എ ആണ്. കേട്ടോ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതല്ല? അപ്പൊ പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ ദളിത് സമൂഹത്തിന് വേണ്ടി നടത്തിയ ഏതൊക്കെയാണ് വരിക ഇതില്? 1 വരത്തിലെ വാകത്താനം ലഹള ശരിയാണ്. അതുപോലെ തന്നെ മംഗലം ലഹള ശരിയാണ്. പെരുന്നാട് ലഹള വരത്തില്ല. മുണ്ടക്കയം ലഹള ശരിയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്നവയില് നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമൂഹത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? വാകത്താനം ലഹള, മംഗലം ലഹള, അതുപോലെ തന്നെ മുണ്ടക്കയം ലഹള. അപ്പൊ 1, 2, 4 വരുന്ന ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. 57 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? നമുക്ക് നോക്കാം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു. ശരിയാണോ? ശരിയാണ്. അൽ ഇസ്ലാം എന്ന ജേണൽ പുറത്തിറക്കി. ശരിയാണോ? ശരിയാണ്. ഇസ്ലാമിക സന്ദേശം എന്ന് പറയുന്ന കൃതി രചിച്ചു. ശരിയാണോ? അതും ശരിയാണ്. 4-മത്തതാണ് തെറ്റായിട്ട് വരുന്നത്. കേട്ടോ, ഓപ്ഷൻ 4 ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോ 1, 2, 3 എന്ന് പറയുന്ന ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, 58 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ യാചനയാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? യാചനയാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 59 ആരാണ്? ഓപ്ഷൻ ബി ആണ്, വി ടി ഭട്ടതിരിപ്പാടാണ്. യാചനയാത്രയുമായി ബന്ധപ്പെട്ട ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുമാരഗുരുദേവൻ, അതുപോലെ കുമാരഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, തൈക്കാടയ്യ. ഒന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനായി ശ്രമിച്ചേ. 60-ാമത്തെ ചോദ്യം, കുമാരഗുരുദേവൻ ഏതാണ് വരിക? കുമാരഗുരു കിട്ടിയോ? 60. കുമാരഗുരു നമുക്കറിയാം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെ, PRDS ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനാണെങ്കിലോ? പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭയാണ് പണ്ഡിറ്റ് കറുപ്പൻ. വി ടി ഭട്ടതിരിപ്പാടാണെങ്കിലോ? വി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട്. തൈക്കാടയ്യ സ്വാമി ആണെങ്കിൽ ശൈശവ പ്രകാശ സഭയാണ് അല്ലെ, ശൈവ പ്രകാശ സഭയാണ് അല്ലെ, ശൈവ പ്രകാശ സഭ. സോ കുമാരഗുരുദേവനാണെങ്കിൽ PRDS ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം. വി ടി ഭട്ടതിരിപ്പാട് നമ്മുടെ യോഗക്ഷേമ സഭയാണ്. അതുപോലെ തന്നെ തൈക്കാടയ്യാണെന്നുണ്ടെങ്കിൽ ശൈവ പ്രകാശ സഭയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ മാച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 61-ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഇതിനകത്ത് 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അനുരഞ്ജനം എങ്ങനെയാണ് എഴുതുക? 61
ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് അനുരഞ്ജനം. അനു എന്ന് എഴുതിയിട്ട് എന്താണ് രഞ്ജനം അല്ലെ, അനുരഞ്ജനം. അപ്പൊ ഈ ഒരു രീതിയിൽ അനുരഞ്ജനം എന്ന് എഴുതണം. അപ്പോ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അപ്പോ താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്താനാണ് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വാക്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി എന്ന് പറയുന്നതാണ് ഇതിന്റെ ശരിയായ വാക്യം. ഓക്കെ, അടുത്ത ചോദ്യം, വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം പൂജക ബഹുവചനമാണ് അല്ലെ, പൂജക ബഹുവചനമാണ് വൈദ്യർ. അടുത്ത ചോദ്യം എന്താണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. അപ്പൊ ഇതില് പഴഞ്ചൊല്ല് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ ഏതാണ് ഇതിൽ പഴഞ്ചൊല്ല് കണ്ടെത്താൻ പറയുമ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറയുന്നതാണ് ഇതില് പഴഞ്ചൊല്ല്. ഓക്കെ, അടുത്ത ചോദ്യം, തെറ്റായ പദം കണ്ടെത്തുക. തെറ്റായ പദം കണ്ടെത്താനാണ് പറയുന്നത് 65ാമത്തെ ചോദ്യത്തിൽ. ഏതാണ് തെറ്റായ പദം? നമുക്കറിയാം ഇതിൽ അനുഷ്ഠാനം എന്ന് പറയുന്ന ഓപ്ഷൻ എ തന്നെയാണ് ഇതിന് തെറ്റായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ എഴുതുന്നൊന്നും ശ്രദ്ധിച്ചു വെച്ചേ കേട്ടോ. ഘാതകൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ഘാതകൻ. അടുത്ത സാമ്രാട്ട്, കണ്ടല്ലോ സാമ്രാട്ട്. അനുകമ്പ. ഓക്കെ, ഇതൊക്കെ ശരിയാണ്. ഇതിൽ തെറ്റായ പദം എന്ന് പറയുന്നത് അനുഷ്ഠാനമാണ്. അടുത്ത ചേർത്ത് ഇതാ വാക്ക് പ്ലസ് തോരണി. എങ്ങനെ എഴുതാൻ കഴിയുക? 66 ഓപ്ഷൻ ബി ആണ് അല്ലെ, വാഗ്ധോരണി എന്നാണ് കേട്ടോ. എന്തായാലും കാ എന്ന് പറയുന്നത് ഗായായിട്ട് മാറും. കണ്ടല്ലോ, വാഗ്ധോരണി, വാഗ്ധോരണി. ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് അതൊക്കെ ചോദിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പുത്രൻ, തനയൻ, ആത്മജൻ, സനുഷ. ഏതാണ്? 67 ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പൊ ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഇതാണ്. ഇതിൽ പുത്രനും തനയനും ആത്മജനും എന്നൊക്കെ പറയുന്നത് എന്താണ്? മകന്റെ പര്യായങ്ങളാണ്. അടുത്ത ചോദ്യം, ലോകത്തെ സംബന്ധിച്ചത് എന്താണ്? റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ലോകത്തെ സംബന്ധിച്ചത് 68 നമുക്കറിയാം ലൗകികമാണ് അല്ലെ, ലൗകികമാണ്. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് വിയോഗം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം ഏതാണ്? വിയോഗം ഏതാണ്? വിയോഗം സി ആണ്, സംയോഗമാണ് കേട്ടോ. ഒരുപാട് പേര് തെറ്റിച്ച ഒരു ചോദ്യമാണിത്. വിയോഗത്തിന്റെ വിപരീതം ചോദിച്ചാൽ എന്താണ്? സംയോഗമാണ്. അടുത്ത പിരിച്ചെഴുതുക, വെഞ്ചാമരം. ഇതും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെഞ്ചാമരം. വെൺ അധികം ചാമരമാണ് എന്ത്? വെഞ്ചാമരം. വെൺ അധികം ചാമരമാണ് വെഞ്ചാമരം. താഴെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് പുഷ്പം എന്ന് പറയുന്ന പദത്തിന്റെ സമാന പദം ഏതാണ്? പുഷ്പം അറിയാമോ? പുഷ്പം 71 ഓപ്ഷൻ ഡി ആണ് അല്ലെ, സൂനമാണ്. പുഷ്പം എന്ന് പറയുന്ന പദത്തിന്റെ സമാന പദം സൂനം. ചുവടെ നൽകിയിട്ടുള്ള പദത്തിൽ നിന്ന് അനുയോജ്യമായ ശൈലി കണ്ടെത്തി എഴുതുക. വലിയ വ്യത്യാസം. ഇതിനെങ്ങനെയാണ് അനുയോജ്യമായ ശൈലി എന്ന് പറയുന്നത് എന്താണ്? 72 ഓപ്ഷൻ എ ആണ് കേട്ടോ. അജഗത ഗജാന്തരം എന്ന് പറയുന്നതാണ് വലിയ വ്യത്യാസം. 73ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നമുക്കറിയാം 2025 ഫോഴ്സ് പരീക്ഷകൾ വരെയാണ്. അപ്പോൾ 2025 നിങ്ങൾക്ക് ഈ പറയുന്ന ഫോഴ്സ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ് 2025 എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷകളുടെയൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് 999 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് ഇടുകയോ ചെയ്താൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പുതിയ ബാച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുകൂടാതെ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഡ്രൈവർ, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ ഡ്രൈവർ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ IRBയുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ബാച്ചാണ് വേണ്ടത് എന്നുള്ള കാര്യം ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ഇടുക. കോൾ ചെയ്യേണ്ട, ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 73ാമത്തെ ചോദ്യം, മഹാൻ എന്ന് പറയുന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? മഹാൻ അറിയാമോ? മഹാൻ നമുക്കറിയാം മഹതിയാണ് അല്ലെ, മഹതി. എനിക്ക് പനിയും ജലദോഷവുമാണ്. സത്യം, എനിക്ക് പനിയും ജലദോഷവുമാണ്. ഈ വാക്യത്തിന്റെ ശരിയായ പരിഭാഷ എന്താണ്? 74 അറിയാമോ? ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്തെന്താ? വിഗ്രഹിച്ച് എഴുതാനാണ് പറയുന്നത്. സ്നേഹ സമ്മാനം. എന്താണ് സ്നേഹ സമ്മാനത്തെ വിഗ്രഹിച്ച് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 75 ഓപ്ഷൻ എ ആണ്, സ്നേഹത്താലുള്ള സമ്മാനം. വാക്യം ചേർത്ത് എഴുതുക. നോക്കിയേ, വാക്യം ചേർത്ത് എഴുതുമ്പോൾ ഏതാ ശരി ഉത്തരവായിട്ട് 76 ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, യഥാശക്തി എന്നാണ് കേട്ടോ. ശക്തിക്ക് അനുസരിച്ച് എന്ന് പറയുന്നത് യഥാശക്തി. ഓക്കെ, കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം. എന്താ സംഭവം? എന്താ സംഭവം? വേറെ ഒന്നുമില്ല, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം. അടുത്ത ചോദ്യം, ആകാശം എന്ന് പറയുന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ്? ആകാശം സിമ്പിൾ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എന്താണ്? വ്യോമം അല്ലെ, വ്യോമം. ഓക്കെ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് സ്ഥായി ഭാവം എന്ന് പറയുന്ന പദത്തിന്റെ അനുയോജ്യമായ അർത്ഥം കണ്ടെത്തുക. സ്ഥായി ഭാവം എന്താണ്? സ്ഥായി ഭാവം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ എപ്പോഴും പറയുന്നതാണ്.
എന്താണ് സ്ഥിരമായ ഭാവം. അവൻ എപ്പോഴും ഒരു സ്ഥായിയായ ഭാവമാണ്. എന്നുവെച്ചാൽ എപ്പോഴും ഒരേ ഒരു ഭാവത്തിനെ അവന്റെ മുഖം കാണാൻ കഴിയത്തുള്ളൂ. സ്ഥിരമായ ഭാവം. കുയിൽ എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണ്? കുയിൽ സിമ്പിൾ ആണ്. ഇതിൽ കോകിലവും പികവും അതുപോലെ തന്നെ വേറെ ഏതൊരു കോകിലം, പികം, അതുപോലെ തന്നെ പരമൃത എന്നൊക്കെ പറയുന്ന കുയിലിന്റെ പര്യായമാണ്. വാജി എന്ന് പറയുന്നത് ഇതിലല്ലാത്തത്. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി ഇംഗ്ലീഷ് ആണ്. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് വിൽ ഇൻ ദ സെന്റൻസ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഇതിൽ വിൽ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് വിൽ എന്ന് പറയുന്നത്? ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, നൗൺ ആണ്. ഇതിനകത്ത് വില്ല് ഉപയോഗിച്ചിട്ടുള്ളത് എന്തായിട്ടാണ്? ഒരു നൗൺ ആയിട്ടാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് സ്റ്റുഡൻസ് ഓഫ് ദിസ് ക്ലാസ് ഡാഷ് ഹാർഡ് എന്നാണ് വരേണ്ടത്. 82 വർക്ക് ഹാർഡ് എന്നാണ് അല്ലെ, വർക്ക് ഹാർഡ് എന്നാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പ്രോഗ്രാം നൗ ഇറ്റ് സെൽഫ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഏതാണ് വരിക? ഷാൾ ബി ആണ് കേട്ടോ. ലെറ്റസ് വന്നാൽ ഷാൾ ബി ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഷീ ഹാസ് ബീൻ ഡാഷ് ടു വിൻ ഹർ മാനേജേഴ്സ് ഫേവർ സിൻസ് ഷീ ജോയിൻ ദ കമ്പനി. എന്താണ് 84? ട്രൈങ് ആണ് കേട്ടോ. ഷീ ഹാസ് ബീൻ ട്രൈങ് ടു വിൻ ഹർ എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇഫ് ഇറ്റ് ഡാഷ് വി മേ ഹാവ് ടു കോൾ ഓഫ് ദ മാച്ച്. എന്താണ്? ഇഫ് ക്ലോസ് ആണ്. എന്താണ് ഉത്തരമായിട്ട് വരിക? 85 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി. ഇതിനകത്തൊന്നും വേണ്ട. ഇഫ് ഇറ്റ് 85 അല്ലേ? ഓക്കെ, 85 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതിനകത്തൊന്നും ഉത്തരം വരുന്നില്ല. സോ ഇതിന്റെ നൺ ഓഫ് ദീസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം 86 എന്ന് പറയുന്നത് ഡാഷ് മാൻസ് നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. എന്താണ് വരേണ്ടത്? 86 ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ആൻ ഓണസ്റ്റ് ആണ് വരേണ്ടത്. ആൻ ഓണസ്റ്റ് മാൻസ് ഇസ് എ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. അവർ ന്യൂ ഓഫീസ് ഈസ് കാപ്പബിൾ ഡാഷ് ഹാൻഡ്ലിംഗ് 100 കസ്റ്റമേഴ്സ് പെർ അവർ. എന്താണ് വരേണ്ടത്? 87 ഓപ്ഷൻ സി ആണ്. ഓഫ് ആണ്. അവർ ന്യൂ ഓഫീസ് ഈസ് കാപ്പബിൾ ഓഫ്. ഓക്കെ, അടുത്ത ചോദ്യം. ഹി സ്കോർ ഗുഡ് മാർക്ക് ഇൻ ദ എക്സാമിനേഷൻ ഡാഷ് ഹി ഡിഡ് നോട്ട് സ്റ്റഡി വെൽ. എന്താണ് വരേണ്ടത്? 88 ഓപ്ഷൻ സി ആണ്. ആൾദോ ആണ് കേട്ടോ. ഹി സ്കോർഡ് ഗുഡ് മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ആൾദോ ഹി ഡിഡ് നോട്ട് സ്റ്റഡി വെൽ. അടുത്ത് ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ ബിക്കോസ് മൈ മദർ ഈസ് നോട്ട് വെൽ. ഇതില് എന്ത് ചെയ്യുക? ചൂസ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദ സെന്റൻസ് ആസ് ആൻസർ. അപ്പോൾ ഈ പറയുന്ന ഒരു സെന്റൻസിന് ആൻസർ ആയി കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഏതാണ് എന്നാണ് 89ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വൈ ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ. ഓക്കെ, അടുത്ത ചോദ്യം 90ാമത്തെ ചോദ്യമാണ്. ഹാഡ് ഹി ബീൻ എഡ്യൂക്കേറ്റഡ് പ്രോപ്പർലി ഹിസ് ലൈഫ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഇതില് കമന്റ് ഓൺ ദ സെന്റൻസ് ഏതാണെന്നാണ് ചോദ്യം. 90ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ദ എൻറ്റയർ സെന്റൻസ് ഈസ് റൈറ്റ്. അപ്പൊ ഈ പറയുന്ന കംപ്ലീറ്റ് സെന്റൻസ് ശരിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ചൂസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ്. ഇൻഡെക്സിന്റെ പ്ലൂറൽ ഫോം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇൻഡൈസസ് ആണ് കേട്ടോ. ഇൻഡൈസസ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ദ വേർഡ് ഡ്രോൺ. ഡ്രോണിന്റെ ഫെമിനിൻ വാക്ക് ഏതെന്നാണ് ചോദ്യം. എന്താണ് ഡ്രോൺ? 92 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. 92 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ബി ആണ്. ഓക്കെ, ബി. ഓക്കെ, അടുത്ത ചോദ്യം. പിക്ക് ഔട്ട് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ട്യൂഷൻ അതാണ് സംഭവം. എന്താണ്? 93 ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം TUTION ആണ് അല്ലെ. 93 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 94ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കളക്റ്റീവ് നെയിം ഓഫ് ദ നെയിം യൂസ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിന് കൊടുക്കുന്ന കളക്റ്റീവ് ആയിട്ടുള്ള വാക്ക് എന്താണ്? കളക്റ്റീവ് നൗൺ എന്താണ്? 94 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. റെജിമെന്റ് ആണ്. റെജിമെന്റ് ഓഫ് സോൾജിയേഴ്സ് കേട്ടിട്ടുള്ളതാണ്. ചൂസ് എ സിനോണിം ഓഫ് ദ വേർഡ് ബ്ലാഷ്ഫെമസ് ഫ്രം ദ ഗിവൺ വേർഡ്. ഓക്കെ, അപ്പോൾ ബ്ലാഷ്ഫെമസ് എന്ന് പറയുന്ന വാക്കിന്റെ സെയിം അർത്ഥം വരുന്ന വാക്ക് എന്താണ്? 95 ഓപ്ഷൻ സി ആണ്. പ്രൊഫൈൻ എന്നാണ്. പ്രൊഫൈൻ. അടുത്ത പിക്ക് ഔട്ട് ദ ഫ്രൈസൽ വെർബ് മീനിങ് ഡിസ്ട്രിബ്യൂട്ട്. ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുക. എന്താണ്? 96 സി ആണ്. ഗീവ് അവേ. ഗീവ് അവേ കേൾക്കുന്നതല്ലേ? ഗീവ് അവേ എന്ന് പറഞ്ഞിട്ട്. അടുത്ത് ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഐറ്റം ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അപ്പൊ ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 97 കിട്ടിയോ? ഓപ്ഷൻ ഡി ആണ്. ടു റിവീൽ എ സീക്രട്ട്. ഒരു രഹസ്യത്തെ പരസ്യപ്പെടുത്തുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. ഹിസ് മദർ ഡിഡ് നോട്ട് അറ്റൻഡ് എനി സ്കൂൾ ഷീ ഈസ് ഡാഷ്. എന്താണ്? 98 സിമ്പിൾ ആണ്. ഇലിറ്ററേറ്റ് ആണ് അല്ലെ. സ്കൂൾ അറ്റൻഡ് ചെയ്യാത്ത വ്യക്തിയാണ് ഇലിറ്ററേറ്റ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റണിം കൺഫെസ്. കൺഫെസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? 99 ബി ആണ്. ഡിനേ എന്നാണ് അല്ലെ. ഡിനേ. അടുത്ത 100ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് ടു ഏബിൾ ടു പെർഫോം വൺസ് ഡ്യൂട്ടീസ് വെൽ. സ്വന്തം ജോലികൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേര് എന്താണ്?
എഫിഷ്യന്റ് ആണ് അല്ലെ. ഏബിൾ ടു പെർഫോംസ് വൺസ് ഡ്യൂട്ടീസ് വെൽ എന്ന് പറഞ്ഞാൽ ഹീസ് എഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 60 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഇന്നലത്തെ ആ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ്സിൽ കമന്റ് ആയിട്ട് കൂടി അറിയിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയും ക്ലാസ്സും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും